ഉണക്ക ഇലയും പച്ചക്കായും കിട്ടുമ്പോൾ ദേ ഇതുപോലൊന്ന് വെച്ച് നോക്കണേ, അടിപൊളി ടേസ്റ്റാ. ഞാനിവിടെ 3 ഉണക്ക ഇലയും 2 കായും കൂടെ എടുത്തേക്കുന്നത്. 2 കായും കൂടെ ഞാൻ ഈ ഒരു സൈസിന് ചെത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയതും ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ചേർത്ത് വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിവിടെ അധികം മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് കുറച്ചധികം പച്ചമുളക് ചേർത്തത്. അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അയിലയൊന്ന് വൃത്തിയാക്കി എടുക്കാം. അയിലയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു 3-4 വെള്ളത്തിൽ കഴുകി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഒത്തിരി അങ്ങ് ഉണങ്ങാത്ത നല്ല ഉപ്പുള്ള അയിലയായിരുന്നു, അതുകൊണ്ട് കട്ട് ചെയ്തതിന് ശേഷവും ഞാൻ 3-4 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നേ. ആ സമയം കൊണ്ട് കായ ഒരു അരവേവ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി കൊണ്ടുവന്ന് അയില ഇട്ട് കൊടുത്ത് കുത്തി ഇളക്കാതെ മെല്ലെ ഒന്ന് യോജിപ്പിച്ച് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇനി അതിലേക്കുള്ള അരപ്പിനായിട്ട് ഒരു ജാറിലേക്ക് 1 മുറി തേങ്ങയും ലേശം മല്ലിപ്പൊടി ഒരു 3-4 കൊച്ചുള്ളിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതൊന്ന് തിളച്ചു വന്നപ്പോഴേക്ക് 2-3 പീസ് കുടംപുളിയും 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിരുന്നേ. പുളിയൊക്കെ ഒന്ന് വെന്തിറങ്ങിയ ശേഷം അരച്ചു കൊണ്ടുവന്ന അരപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഞാൻ കറിയിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേ. ഇളക്കിയ മീനങ്ങ് ഉടഞ്ഞു പോകും, അതുകൊണ്ട് ഞാനൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ഒന്ന് താളിച്ചൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി. താളിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ മൂപ്പിച്ച് ചേർക്കണേ. ഞാനതങ്ങ് വിട്ടുപോയെങ്കിലും രണ്ടാമത് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.